എൻ്റെ തുടങ്ങിയ സ്വാർത്ഥ സങ്കുചിത താൽപ്പര്യങ്ങൾ തഴച്ച് വളർന്നിരുന്ന സാമൂഹിക ക്രമത്തിൽ എൻ്റേതെന്ന് മാത്രം ഞാൻ കരുതിപ്പോരുകയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന സാമൂഹിക ക്രമത്തിൽ സാർവലൗകികമായി സാർവജനീനമായി തല ഉയർത്തി നിൽക്കുന്ന ദർശനമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. ഏതെങ്കിലും ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ തലമുറയ്ക്കോ മാത്രം ബാധകമായ നിയമങ്ങളല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും താൽപ്പര്യപൂർത്തീകരണത്തിന് വിധേയപ്പെടുന്ന നിയമങ്ങളല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചും ദീൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് മുഴുവൻ ജനതതികൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ സ്വാർത്ഥതയെ പരിപോഷിപ്പിക്കുന്ന ഒരു രീതിയും ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്രകാരം സ്വാർത്ഥതയ്ക്ക് ഇടമില്ലാത്ത ഇസ്ലാമിക സമൂഹത്തിൻ്റെ സമഗ്ര സാമൂഹിക സാമ്പത്തിക വീക്ഷണത്തെ കുറിക്കുന്ന സംവിധാനമാണ് ഇസ്ലാമിക ഫിഖ്ഹിലും അതിലേറെ ഇസ്ലാമിക നാഗരികതയിലും വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ശോഭനമായിട്ടുള്ള ഒരു സംസ്കാരം. വഖഫ് അതൊരു ഇബാദത്ത് എന്നതിനും അപ്പുറത്ത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം കൂടിയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ സാംസ്കാരിക അടയാളക്കുറികളും അതിൻ്റെ വർത്തമാനങ്ങളും അതിൻ്റെ പദപ്രയോഗങ്ങൾ പോലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാർത്ഥ താൽപ്പര്യക്കാർ മാത്രമുള്ള ഒരു ലോകക്രമത്തിൽ അത് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ പേരുകളായി ചിത്രീകരിക്കപ്പെടുന്നതിലെ വികൃതമായിട്ടുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക നാഗരികതയിൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ഒരു സദഖ ജാരിയയാണ്, ഒഴുകുന്ന ദാനധർമ്മം എന്ന് ദീൻ പരിചയപ്പെടുത്തിയ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ഇസ്ലാമിലെ വഖഫ്. സാധാരണ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ, അല്പം പണം കൊടുത്ത് സഹായിക്കുമ്പോൾ അതോടുകൂടി അവിടെ ആ പ്രവർത്തനം തീർന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ബാധ്യത അതോടുകൂടി തീരും. പക്ഷേ വഖഫ് അങ്ങനെയല്ല. കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു അസറ്റായി അത് മാറും എന്നതാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറഞ്ഞാൽ. വഖഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓർമ്മ വരുന്നത് മസ്ജിദുകളാണ്, പള്ളികളാണ്. ഇസ്ലാമിക നാഗരികത നിലനിർത്തുന്നതിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ വികാസ ചരിത്രത്തിൽ വഖഫിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ 6 അടിസ്ഥാന നിയമങ്ങളുണ്ട്. ആ 6 അടിസ്ഥാനങ്ങളിൽ 5 അടിസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ആ 5 അടിസ്ഥാനങ്ങളെയും പരിപാലിക്കുന്നതിൽ വഖഫിന് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്നാമത്തേത് ഹിഫുൽ ദീൻ, ദീനിൻ്റെ സംരക്ഷണമാണ്. ദീനിനെ സംരക്ഷിക്കുക, മതസ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, യത്തീംഖാനകൾ ഇങ്ങനെ തുടങ്ങി ദീനിനെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് ലോകത്ത് വഖഫിൻ്റെ ഭാഗമായി തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മളതിന് ഹിഫ്ലുദ്ദീൻ, ദീനിൻ്റെ സംരക്ഷണം എന്നാണ് ആ അടിസ്ഥാനത്തിന് പേര് പറയുക. ഹിഫ്ലുൻ നഫ്സ്, ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, അവൻ്റെ ജീവിതത്തിൻ്റെ സംരക്ഷണാവകാശം, മനുഷ്യൻ്റെ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക, ഇതിനുവേണ്ടി പലപ്പോഴും വഖഫ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഹിഫ്ലുൻ നഫ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം,
ഇങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങൾക്കുള്ള വഖഫുകൾ ചരിത്രത്തിൽ ധാരാളം നമുക്ക് വേണ്ടി കാണാൻ കഴിയും. ഹിഫ്ലുൻ നഫ്സിന് വേണ്ടി, ഒരു മനുഷ്യൻ്റെ ജീവസംരക്ഷണത്തിന് വേണ്ടി വഖഫ് ചിലവഴിക്കപ്പെടാറുണ്ട്. മൂന്നാമതായിട്ട് ഹിഫ്ലു അൻ നസ്ൽ, വംശ കുടുംബ സംരക്ഷണമാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി വഖഫിൽ നിന്ന് വഖഫ് പ്രോപ്പർട്ടികൾ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി, സംരക്ഷണ കവചം ഒരുക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക ഉമ്മത്ത് പ്രത്യേകമായി ആ നിലയിൽ പരിഗണിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാനിയ ഖിലാഫത്തിലും അബ്ബാസിയ ഖിലാഫത്തിലും ഒക്കെ പ്രസവിച്ച സ്ത്രീകളുടെ കുട്ടികളെ വളർത്തുകയും മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റൽ സംവിധാനം പോലെ തത്തുല്യമായ ഒരു സംവിധാനം വഖഫ് പ്രോപ്പർട്ടികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ഉമ്മത്ത് അവിടെ അങ്ങനെ ഒരു സംവിധാനം ഉസ്മാനിയ ഖിലാഫത്തിലടക്കം ഇസ്ലാമിക നാഗരികതയുടെ ശോഭനമായ ചരിത്രങ്ങളിൽ അത് നടന്നിട്ടുണ്ട്. ഹിഫ്ലുൻ നസ്ൽ, വംശ സംരക്ഷണം അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തിൻ്റെ സംരക്ഷണം എന്ന അർത്ഥത്തിൽ. മറ്റൊന്നാണ് ഹിഫ്ലുൽ അഖ്ൽ, ബുദ്ധിയുടെ സംരക്ഷണം. ബുദ്ധിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ നിരവധി ഗവേഷണ പഠന സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്കോളർഷിപ്പുകൾ, സ്കീമുകൾ അതിനുവേണ്ടി വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഖിലാഫത്ത് കാലത്ത് നീക്കിവെച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ഡി അഡിക്ഷൻ സെൻ്ററുകൾ, ലഹരിക്ക് അല്ലെങ്കിൽ മയക്കുമരുന്നുകൾക്ക് വിധേയരായി ജീവിക്കുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി വഖഫിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നീക്കിവെച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. മറ്റൊരു ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഹിഫ്ലുൽ മാൽ, സമ്പത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത്. സാമൂഹിക സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വഖഫിൻ്റെ പ്രോപ്പർട്ടികൾ ചരിത്രത്തിൽ മാറ്റിവെച്ചത് എത്രയോ ഉദാഹരണങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് വഖഫ്? വഖഫ് എന്നും വഖഫ് എന്നുമൊക്കെ വക്രീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ പദപ്രയോഗത്തെ പോലും മാറ്റി മാറ്റി ഉദ്ധരിക്കുന്ന ചാനൽ ചർച്ചകൾ നമ്മൾ കണ്ടു. എന്താണ് വഖഫ്? പ്രഥമ വഖഫ് ഏതായിരുന്നു? ഈ സംശയങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ നൽകുന്ന മറുപടി ഖുർആനിൽ നമുക്ക് കാണാം. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. ഉത്തമ വചനത്തിന് വിശുദ്ധമായ ഖുർആൻ, വഖഫിന് വിശുദ്ധമായ ഖുർആൻ നൽകിയ ഏറ്റവും നല്ല ഉദാഹരണം അതൊരു മരം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അതിൻ്റെ വേരുകൾ ഉറച്ചതും അതിൻ്റെ ശാഖകൾ ആകാശത്തോളം പടർന്നു നിൽക്കുന്നതും എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയിൽ വേരുറപ്പിച്ച് സ്ഥലകാല ഭേദമന്യേ നന്മ വിളയിപ്പിച്ച് സാമൂഹിക വ്യവസ്ഥയുടെ ജീവൻ നിലനിർത്തുന്ന മഹത്തായ ദാനമാണ് വഖഫ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ്റെ ഈ ഷജറത്തിനോട്, മരത്തോട് ഉപമിച്ചുകൊണ്ട് ഖുർആൻ നന്മയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്കത് കാണാൻ കഴിയും. മാനവ ചരിത്രത്തിലെ അതുല്യവും പ്രഥമവും അതുല്യവുമായ വഖഫ് അത് ഇസ്ലാമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും നല്ല വഖഫ് ഏത് എന്ന് ചോദിച്ചാൽ അത് മാനവരാശിക്ക് അള്ളാഹു പരിചയപ്പെടുത്തിയ ഇസ്ലാമാണ് ഈ ഭൂമി ലോകത്തിൻ്റെ ഒന്നാമത്തെ വഖഫ്. ഇസ്ലാമിൻ്റെ മധുരം, ഇസ്ലാമിൻ്റെ മാധുര്യം, അതിൻ്റെ ഫലം രുചിക്കാത്ത, അതിൻ്റെ കുളിരുകൾ ഊറാത്ത, തണുപ്പനുഭവിക്കാത്ത ഒരു സമൂഹവും ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, അബദ്ധസഞ്ചാരം നടത്തുന്ന ഏത് സമൂഹത്തെയും ആ സമൂഹത്തെ സന്മാർഗത്തിൻ്റെ ശീതളമേലേക്ക് നയിക്കാൻ ഏതൊരു മാർഗദർശകനും വരാത്ത ഒരു സമൂഹവും മുസ്ലിം ഉമ്മത്തിലില്ല. അങ്ങനെ വരാത്ത ഒരു സമൂഹവുമില്ല, മാനവ ചരിത്രത്തിലില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ സമൂഹത്തിനും മാർഗദർശകനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് വഖഫ് സംവിധാനം ഒന്നാമതായി ഇസ്ലാം എന്ന ദർശനം തന്നെ പ്രദാനം ചെയ്ത് ആ സമൂഹത്തിന് അതിൻ്റെ കുളിരനുഭവിക്കാനുള്ള സൗഭാഗ്യം ദീനുൽ ഇസ്ലാം മുഖേന ആളുകൾക്ക് ലഭ്യമായിരുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കൂ. നന്മ പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്ത്, അമലുസാലിഹാത്തുകൾ ചെയ്യുന്നു എന്നതിനും അപ്പുറത്ത് അമലുസാലിഹാത്തുകൾ നട്ടുപിടിപ്പിക്കുക എന്ന പ്രയോഗമാണ് മുസ്ലിം ഉമ്മത്തിന് പലപ്പോഴും അത് കൂടുതൽ യോജിക്കുക. ഇന്നല്ലദീന ആമനു വ അമലുസാലിഹാത്ത് എന്ന് പറയുമ്പോഴും വിശ്വസിക്കുകയും നന്മകളെ നട്ടുവളർത്തുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം ഉമ്മത്തിന് യോജിക്കുന്നത്. കാരണം ഇസ്ലാമിലെ അമലുകളൊക്കെ എവിടെയെങ്കിലും പരിമിതമായതല്ല, മറിച്ച് അത് ഓരോ കാലത്തും പരിപോഷിപ്പിക്കപ്പെടുകയും ആളുകളിലേക്ക് പ്രസരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന നന്മകളാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തങ്ങളുടെ പക്കലുള്ളത് മറ്റുള്ളവർക്ക്, തങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കും മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കുന്നതിന് ഖുർആൻ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തം മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ്ഹ നഫ്സി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തങ്ങൾക്ക് നൽകപ്പെട്ടത് സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ യാതൊരു ആവശ്യവും അവർ കണ്ടെത്തുന്നില്ല. തങ്ങളിൽ, അവരുടെ കൂട്ടത്തിൽ വല്ലിടങ്ങളിൽ ദാരിദ്ര്യമുണ്ടായിരുന്നാൽ പോലും, അവരവരുടെ വീടുകളിൽ അടുപ്പ് പുകയാതിരുന്നാൽ പോലും മറ്റുള്ളവർക്ക് തങ്ങളുടെ ദേഹങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്ന മനുഷ്യർ എന്ന് ഖുർആൻ പറഞ്ഞിട്ട്, വിശുദ്ധമായ ഖുർആൻ പറയുന്നത് വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ഏതൊരുവൻ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് മോചിതനാവുന്നോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവനാകുന്നു വിജയികൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഒരൊറ്റ ആയത്ത് മുൻനിർത്തി ഇറാഖിൽ ലഭിച്ച യുദ്ധഭൂമി പടയാളികൾക്ക് വീതം നൽകുക എന്ന പതിവ് പാരമ്പര്യത്തെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറകൾക്ക് ആ യുദ്ധഭൂമി മാറ്റിവെക്കുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഒരു കൈക്കുമ്പിൾ വെള്ളം പോലും നൽകാതെ ഓരോ ഗ്ലാസ് വെള്ളവും വറുതിയുടെ കാലത്ത് വിറ്റ് ക്യാഷാക്കിയിരുന്ന റൂമ എന്ന ജൂതൻ്റെ കയ്യിൽ നിന്ന് ലോകത്തില്ലാത്ത വിലയ്ക്ക് ആ കിണർ വാങ്ങി മഹാനായ ഉസ്മാൻ പ്രവാചകൻ്റെ ഒരൊറ്റ നിർദ്ദേശം കേട്ട വഴിയിൽ, പ്രവാചകരെ ഞാനത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് റൂമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കിണർ ഇന്നും മദീന സന്ദർശിച്ചാൽ കാണാം. ബിഅ്റു ഉസ്മാൻ ബിഅ്റു റൂമ, റൂമയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കിണർ എന്ന അർത്ഥത്തിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അത് വഖഫ് ചെയ്തത് മുസ്ലിം ഉമ്മത്തിന് അത് ഒഴുകുന്ന സദഖയായി അവർക്ക് നൽകിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു വടവൃക്ഷമാണ്, അത് തണലേകുന്ന വൃക്ഷമാണ്, അനേകർക്ക് ആ തണൽ പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷമാണ്. അതിൻ്റെ വേരുകൾ ആഴത്തിൽ വേരുപിടിച്ചതും അതിൻ്റെ ശിഖരങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും ആളുകൾക്ക് ജാതിമത ഭേദമന്യേ അതിൻ്റെ കുളിരനുഭവിക്കാൻ വലിയ സാധ്യതകൾ നൽകുന്നതുമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആ വടവൃക്ഷം. ആ വടവൃക്ഷത്തെ നിലനിർത്തുന്ന ഏറ്റവും ഫലദായകമായ ഒരു ഇബാദത്തും നാഗരികമായ ചരിത്രവുമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിനെ ആളുകൾക്ക് അനുഭവഭേദ്യമാക്കാൻ കാരണം, ഇസ്ലാം ലോകത്ത് പുഷ്കലമായി നിലനിൽക്കാനുള്ള കാരണം വഖഫിൻ്റെ അതിൻ്റെ ആസ്വാദനങ്ങൾ, അതിൻ്റെ പ്രയോജനങ്ങൾ ജാതി മതഭേദമന്യേ ആളുകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി ഇസ്ലാമിലേക്കുള്ള മറ്റുള്ളവരുടെ കടന്നുവരവിന് കാരണമായിട്ടുണ്ട് എന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നന്മയുടെയും സൽക്കർമ്മങ്ങളുടെയും കാമ്പും കാതലും വർദ്ധിപ്പിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ വഖഫിലൂടെ ദീനുൽ ഇസ്ലാം ലക്ഷ്യമാക്കുന്നത്. എന്തെങ്കിലും ഒരു ദുർബലമായ സമ്പാദ്യത്തെക്കുറിച്ചല്ല, 10 മടങ്ങ് പൂത്തുലയുന്ന അധികം ആളുകൾക്കും ഫലപ്രദമാവുന്ന നന്മകൾക്കായിരിക്കണം വിശ്വാസി മുൻഗണന നൽകേണ്ടത് എന്നിടത്ത് നിന്നാണ് വഖഫിൻ്റെ ദീനിലെ അതിൻ്റെ പ്രചോദനമെന്ന് പറയുന്നത്. വിശുദ്ധമായ ഖുർആൻ ആ അർത്ഥത്തിലാണ് ഉദാരതയെപ്പോലും ഔദാര്യത്തെപ്പോലും സദഖകളെപ്പോലും വഖഫുകളെയൊക്കെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നതിൻ്റെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അൻബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അത് 7 കതിരുകൾ മുളപ്പിച്ചു, ഓരോ കതിരിലും 100 മണികൾ.
വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അതിൻ്റെ പ്രതിഫലം, ആ വഖഫിൻ്റെ പ്രതിഫലം എത്ര കൊടുക്കണമെന്ന് പടച്ചവൻ തീരുമാനിക്കും. ഇരട്ടിയായി നൽകുന്നവൻ അള്ളാഹുവാണ്. വല്ലാഹു വാസിഉൻ അലീം, പ്രവിശാലമായ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ, ഖജനാവിൻ്റെ ഉടമസ്ഥൻ. അവൻ നിങ്ങൾ ചെയ്യുന്ന അമലുകളെക്കുറിച്ച്, നിങ്ങളുടെ നട്ടുപിടിപ്പിക്കലുകളെക്കുറിച്ച് അല്ലാഹു തആല അറിയുന്നു. ഇസ്ലാമിക നാഗരികതയുടെ മാനവിക മുഖം അത് വളർത്തിയെടുക്കുന്നതിന്, രൂപപ്പെടുത്തുന്നതിലും വഖഫിൻ്റെ പ്രാധാന്യത്തെ ഈ ആയത്ത് നമ്മിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. രാഷ്ട്രത്തിലെ പൗരന്മാർക്കിടയിലെ സാമ്പത്തികമായ വ്യത്യാസങ്ങൾ, അന്തരങ്ങൾ, സമൂഹത്തിലെ ആളുകൾക്കിടയിലുള്ള ശാരീരികമായ പരിമിതികൾ, വിഭവങ്ങളുടെ ദൗർബല്യത, ഇതൊക്കെ പരിഹരിക്കുവാൻ ഇസ്ലാമിലെ വഖഫിന് സാധിച്ചു എന്നത് നമ്മൾ വഖഫുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാശുള്ളവൻ പഠിക്കുകയും ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ ബുദ്ധിപരമായി ഉയർന്നവനാണെങ്കിൽ പോലും അപമാനിതനായി പുറന്തള്ളുകയും ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വഖഫ് നിർവഹിച്ച മഹത്തായ ദൗത്യമെന്ത് എന്ന് തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നമുണ്ടാക്കുന്നവരൊക്കെ നാണം കെട്ട് തലകുനിച്ചവർക്ക് നിൽക്കേണ്ടി വരും. പാഠശാലകൾ, ലൈബ്രറികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയുടെ നിർമ്മാണത്തിന്, വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഭീമൻ തുക ഇസ്ലാമിക ഖിലാഫത്തിൽ വഖഫായി ലഭിച്ചിരുന്നു എന്ന് ഖിലാഫത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം. ഇസ്ലാമിക നാഗരികതയിൽ തല ഉയർത്തുന്ന പ്രശസ്തമായ ലൈബ്രറികൾ, ഇസ്ലാമിലെ ആദ്യത്തെ ഉസ്മാനിയ ഖിലാഫത്തിൽ, ആ കാലഘട്ടത്തിലെ ആദ്യത്തെ ലൈബ്രറി ഫാത്തിമ ബിൻത് മഅരി അവർക്ക് അനന്തരമായി ലഭിച്ച സമ്പത്ത് മുസ്ലിം ഉമ്മത്തിന് കൊടുത്തിട്ടാണ് മൊറോക്കോയിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. വിശ്വാസി സമൂഹത്തെ ബുദ്ധിപരമായി, ആത്മീയമായി, ശാരീരികമായി സുസജ്ജമാക്കുന്നതിൽ വഖഫിൻ്റെ പങ്ക് അത് നമുക്ക് പറഞ്ഞ് തീർക്കാവുന്നതിനും അപ്പുറമാണ്. പള്ളികളും പള്ളിക്കുടങ്ങളും സർവകലാശാലകളും ലൈബ്രറികളും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആത്മീയവും ബുദ്ധിപരവുമായ ഉണർവിന് വഴിയൊരുക്കിയപ്പോൾ ആശുപത്രികൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, വൈദ്യശാസ്ത്ര രചനകൾ, ഇങ്ങനെ ശാരീരികമായ സൗഖ്യം നിലനിർത്താൻ പോലും വഖഫിന് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞു. മുസ്ലിം ഉമ്മത്തിന് അത് സാധൂകരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. സമൂഹത്തിലെ ഓരോ പൗരൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ അത്ര പ്രാധാന്യമില്ലാത്ത ആഗ്രഹങ്ങൾ പോലും പൂർത്തീകരിക്കാൻ വഖഫിന് സാധിച്ചു. വഴിയാത്രക്കാർക്ക് പ്രത്യേകമായി അവർ ഹജ്ജിന് പോകുന്ന സന്ദർഭങ്ങളിൽ വിശേഷ്യ അവർക്ക് യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കുവാനുള്ള പ്രത്യേകമായ വിശ്രമ കേന്ദ്രങ്ങൾ വഖഫിൻ്റെ പ്രോപ്പർട്ടികളായി മുസ്ലിമീങ്ങൾ മാത്രമല്ല മാനവരാശിയിലെ വ്യത്യസ്ത ജാതിമതഭേദമന്യ ആളുകൾ ഈ വഖഫ് പ്രോപ്പർട്ടികൾ കൊണ്ട് നിർമ്മിതമാക്കപ്പെട്ട ഇബ്നു സബീൽ, വഴിയാത്രക്കാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഖാനകൾ, കൂടാരങ്ങൾ, ഖൈമകൾ അവർ ഉപയോഗപ്പെടുത്തി എന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കുള്ള ജലസംഭരണികൾ വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് ചെലവഴിക്കപ്പെട്ട ഉസ്മാനിയ ഖിലാഫത്തിൻ്റെയൊക്കെ ശോഭനമായ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്തംബൂളിലെ പക്ഷി സങ്കേതം, യഥാർത്ഥത്തിൽ അത് അതിവിദഗ്ധമായി കല്ലിൽ പടുത്തുയർത്തിയ ഇസ്തംബൂളിലെ പക്ഷി സങ്കേതം രൂപത്തിലും ഭാവത്തിലും കലാപരമായി തയ്യാറാക്കപ്പെട്ട മ്യൂസിയം പോലെയായിരുന്നു അത്. ഇസ്തംബൂൾ പട്ടണത്തിന് അഴക് പകർന്ന ഈ ഭവനം യഥാർത്ഥത്തിൽ പക്ഷികളുടെ സംരക്ഷണത്തിന്, പറവകളുടെ സംരക്ഷണത്തിന്, അതിൻ്റെ ചികിത്സ ഉറപ്പുവരുത്തിയിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു കേന്ദ്രമായിരുന്നു എന്നതാണ്. എന്ന് മാത്രമല്ല, ഇത് വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് വകയിരുത്തി അങ്ങനെ സംവിധാനപ്പെടുത്തിയ ഒന്നായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. ഉസ്മാനി ഭരണകൂടത്തിന് കീഴിലെ വഖഫ് പദ്ധതികളിൽ നിന്നായിരുന്നു അതിന് വേണ്ടിയുള്ള സമ്പത്ത് ചിലവഴിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഈ ഉമ്മത്തിൻ്റെ വഖഫ് സ്വത്തിൻ്റെ വ്യാപ്തിയെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. തഖായ എന്ന് പറയുന്ന സംവിധാനം, രോഗികളായിട്ടുള്ള ആളുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, ആവശ്യക്കാർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണവർഗ്ഗങ്ങൾ, സമൂഹത്തിലെ ധനാഢ്യർ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ ദരിദ്രർക്കും കിട്ടണം, അവരും അതും അനുഭവിക്കണം എന്ന ആ ചിന്തയിൽ നിന്നാണ്
തഖായ എന്ന പദ്ധതി ഉസ്മാനിയ ഖിലാഫത്ത് ഒരുക്കുന്നത്. ദിനം പ്രതി 2 നേരം ഭക്ഷണവും, റമളാനിൽ പ്രത്യേക ഇനം ഭക്ഷണവും ദരിദ്രരായ ആളുകൾക്ക് തഖായകൾ വഴി ഉസ്മാനിയ ഖിലാഫത്ത് ഇതേ വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് ചിലവഴിച്ച് അവിടെ സമൃദ്ധമായ തുക ചിലവഴിച്ചുകൊണ്ട് ആ സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ മുസ്ലിം ഉമ്മത്തിന് അഭിമാനിക്കാവുന്ന എത്രയോ ചരിത്രങ്ങളുണ്ട്. പ്രായം ചെന്ന് തൊഴിലെടുക്കാൻ കഴിയാത്ത ചുമട്ട് തൊഴിലാളികൾ, മുക്കുവരായിട്ടുള്ള ആളുകൾ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, അവരെ സഹായിക്കാൻ ഉസ്മാനി ഖിലാഫത്തിൽ പ്രത്യേകം വഖഫ് സംവിധാനങ്ങളുണ്ടായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബൈത്തുൽ മഖ്ദസിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞു കിടപ്പുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ സംഭാവനയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരന്മാർ അത്ഭുതത്തോടുകൂടി കുറിച്ച ഒരു സംഭവമുണ്ട്. ദമസ്കസിലെ കോട്ടയുടെ ഒരു കവാടത്തിൽ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടി 2 ഓവുചാലുകൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. അവയിലൊന്നിൽ പാനീയവും മറ്റൊന്നിൽ മധുരപാനീയവും നൽകുകയും എല്ലാ ആഴ്ചയിലും മാതാക്കൾ വന്നിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പാലും മധുരപാനീയങ്ങളും അവിടെ ശേഖരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ച് അത്ഭുതകരമായ ചരിത്രം സ്തബ്ധരായിപ്പോയ വർത്തമാനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആവശ്യവും താല്പര്യങ്ങളുമായിരുന്നു വഖഫ് യഥാർത്ഥത്തിൽ നിറവേറ്റപ്പെട്ടിരുന്നത്. അനാഥകൾ, ദരിദ്രർ, അഗതികൾ, വിധവകൾ, രോഗികൾ, വൃദ്ധർ, വികലാംഗർ, വിദ്യാർത്ഥികൾ, വഴിയാത്രക്കാർ, മൃഗങ്ങൾ, പക്ഷികൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ സൃഷ്ടികൾക്കും വഖഫിൻ്റെ സൽഫലങ്ങൾ ആസ്വദിക്കാൻ മാത്രം വൈപുല്യമായിരുന്നു ഇസ്ലാമിൻ്റെ വഖഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നത് നമ്മൾ അതിൻ്റെ ഫിഖിഹിൻ്റെ നൂലിഴകൾക്കും അപ്പുറത്ത് മാനവരാശി അതിനെ പ്രയോജനപ്പെടുത്തിയ അതിൻ്റെ അർത്ഥതലങ്ങളെ കൂടി പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മുസ്ലിം ഉമ്മത്ത്, ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ വഖഫാണ്. ആഴത്തിൽ വേർപിടിക്കുകയും ശാഖകളായി ആളുകൾക്ക് ആസ്വദിക്കാനും ആനന്ദിക്കാനും ഉപയോഗപ്പെടുത്താനും പറ്റിയ ഏറ്റവും സുന്ദരമായ ഒരു തണൽ, ആ തണലാണ് ഇസ്ലാം എന്ന് പറയുന്ന വഖഫ്. വഖഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ എന്ത് കാഴ്ചപ്പാടിനുള്ളത് എന്നത് നമ്മളത് ആലോചിക്കേണ്ടതാണ്. ഉസ്മാനി ഖിലാഫത്തിൽ 2500ഓളം സ്ത്രീകൾ, മഹദികൾ, അവർക്ക് ലഭിച്ച അവരുടെ വസ്തുവകകൾ വഖഫ് ചെയ്തു എന്നതിൻ്റെ രജിസ്റ്റർ, 2500ഓളം സ്ത്രീകളുടെ പേരുകൾ രേഖപ്പെടുത്തിയ രജിസ്റ്റർ, വഖഫ് ചെയ്തു എന്ന നിലയിൽ രേഖപ്പെടുത്തിയ രജിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഫാത്തിമ ബിന്ത് മഅരി അവരുടെ അനന്തര സ്വത്തിൽ നിന്ന് ഇസ്ലാമിന് വേണ്ടി, പടച്ചവന് വേണ്ടി വഖഫ് ചെയ്തതാണ്. തുർക്കിയിലെ മാത്രം വഖഫ് സ്വത്തുകളെക്കുറിച്ച് പഠിച്ച ഒരു പാശ്ചാത്യ ചരിത്രകാരൻ അദ്ദേഹം പറഞ്ഞത്, ഈ നാഗരികത വഖഫിൽ നിന്നുണ്ടായതോ അതല്ല വഖഫ് സംവിധാനം ഈ നാഗരികതയിൽ നിന്ന് ഉണ്ടായതോ എന്നാണ് ആ പാശ്ചാത്യ ചരിത്രകാരൻ തുർക്കിയിലെ വഖഫ് ഭൂമികളെക്കുറിച്ച്, വഖഫ് സംവിധാനങ്ങളെക്കുറിച്ച് അദ്ദേഹം കണ്ടപ്പോൾ ആശ്ചര്യത്തോടു കൂടി അദ്ദേഹം ചോദിച്ചത്. ലോകത്ത് മറ്റൊരു സമൂഹത്തിനും നാഗരികതയ്ക്കും മാതൃകയില്ലാത്ത സംവിധാനമായിരുന്നു യഥാർത്ഥത്തിൽ ഖിലാഫത്തിൻ്റെ കാലത്തെ വഖഫ്. ജാഹിലിയ കാലത്തിന് പരിചയമുള്ള ഒന്ന് ദാനശീലം അവർക്ക് പരിചയമുള്ളതായിരുന്നു. ജാഹിലിയ കാലത്തിൽ ഹാത്തമുത്തായി എന്ന് പറയുന്ന ഉദാഹരണമായ ഒരു മനുഷ്യനെക്കുറിച്ച് അറബി സാഹിത്യം പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ജാഹിലിയ കാലത്തിൽ പോലും വഖഫ് എന്ന സംവിധാനത്തെക്കുറിച്ച് അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല, അപരിചിതമായിരുന്നു എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിൽ ചില പദപ്രയോഗങ്ങളുണ്ട്. തആവുൻ, പരസ്പരം സഹകരിക്കുക. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം, നിങ്ങൾ നന്മയിൽ പരസ്പരം സഹകരിക്കൂ. തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കൂ. തഖാഫുൽ, പരസ്പരം ആളുകളെ ഏറ്റെടുക്കൂ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇസ്ലാമിലുണ്ട്. ഉഖുവത്ത്, പരസ്പരം ഉടക്കിലും വഴക്കിലും വക്കാണത്തിലും കഴിയുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കിടയിൽ സാഹോദര്യം സ്ഥാപിക്കൂ. വിശുദ്ധ ദീനുൽ ഇസ്ലാം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വഖഫിൻ്റെ സുന്ദരമായ മഹിതമായ മാതൃകകൾ
ഈ അർത്ഥകൽപ്പനകളെല്ലാം ഒരൊറ്റ പ്രയോഗത്തിൽ നടപ്പിലാക്കുന്ന ഇസ്ലാമിലെ ഏറ്റവും സുന്ദരമായ കർമ്മമാണ് വഖഫ് എന്നാണ് ഞാനീ പറഞ്ഞു വന്നത്. ചരിത്രം അനശ്വരമാക്കിയ വഖഫുകളാൽ സമ്പുഷ്ടമായിരുന്നു ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളൊക്കെയും. ഇന്ത്യയിൽ നമ്മുടെ വഖഫിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ അത്ര ബോധവാന്മാരല്ല. ഇന്ത്യയിലെ വഖഫ് ഒന്ന് പരിശോധിച്ചാൽ ജാമിയ മില്ലിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ ഹംദർദ്, ഈ യൂണിവേഴ്സിറ്റികൾ അടക്കം, ഇനി അതുമാത്രമല്ല ഡൽഹി എന്ന് പറയുന്ന അതിൻ്റെ ആ മാതൃഹൃദയം എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ ആ പ്രധാനപ്പെട്ട നഗരം, അതൊക്കെയും വഖഫ് പ്രോപ്പർട്ടികളായിരുന്നു. കേരളത്തിലെ ഫാറൂഖ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വലുതാണ് കയ്യേറിയ വഖഫ് എന്നറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വഖഫ് ഭൂമി എത്രയുണ്ട്, അല്ലെങ്കിൽ വഖഫ് എത്രയുണ്ട് എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഏക്കർ കണക്കിന് സ്വത്തുക്കൾ പല ഭാഗങ്ങളിലും വഖഫ് ഭൂമികൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജാമിയ മില്ലിയ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഡൽഹി എന്ന് പറയുന്ന നഗരത്തിൻ്റെ പല ഭാഗങ്ങളും വഖഫ് ചെയ്തതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, സർവകലാശാലകൾ, ഇതൊക്കെ നിലനിന്നത് ഈ വഖഫിലൂടെയാണ്. വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി, സംരക്ഷണങ്ങൾക്ക് വേണ്ടി എത്രയോ വഖഫ് ഭൂമികൾ വകയിരുത്തപ്പെട്ടിട്ടുണ്ട്. വഖഫ് എന്ന പദം തന്നെ കേവലം പള്ളിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുകയും അതിനെ ഏതാനും നിസ്സാരമായ കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നിടത്ത് നമ്മുടെ ഈ വിഷയത്തിലുള്ള അറിവ് അതും പരിമിതമാക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി ബില്ലിലൂടെ മുസ്ലിം ഉമ്മത്തിൻ്റെ അടിത്തറ തന്നെ ഇവിടെ നശിപ്പിക്കപ്പെടുക എന്ന ദുരുദ്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ആരാണ് യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടുന്നത്? ഞാൻ ആമുഖമായി പാരായണം ചെയ്തു വെച്ച ആയത്ത്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ്സലാത വ ആതസ്സകാത വലം യഖ്ശ ഇല്ലല്ലാഹ്. 5 ക്വാളിറ്റികളുള്ളവരാണ് വഖഫിൻ്റെ അധികാരം നിർവഹിക്കേണ്ടുന്നത്. വഖഫിൻ്റെ പരമാധികാരം അള്ളാഹുവിനുള്ളതാണ്. പക്ഷേ അത് കൈകാര്യം ചെയ്യാനുള്ള മെക്കാനിസം അത് ഈ 5 ക്വാളിറ്റികളുള്ള ആളുകൾക്കാണ്. മൻ ആമന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നിർവഹിക്കുകയും വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഈ 5 ക്വാളിറ്റികളുള്ളവരാണ് വഖഫ് സ്വത്ത് അത് കൈകാര്യം ചെയ്യേണ്ടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. പുതിയ വകുപ്പ്, ഈ വഖഫ് ഭേദഗതി ബില്ല് അത് വരുമ്പോൾ അതിൽ ഏറ്റവും വലിയ തുറവി, ഏറ്റവും വലിയ ഒളിച്ചു കടത്തൽ, അല്ലെങ്കിൽ ഏറ്റവും അവർ കാണുന്ന അജണ്ട എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളലാണ്. ഇവിടുത്തെ സെക്കുലറിസത്തെക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തുള്ളത് സഹിഷ്ണുതയാണ്. ചരിത്രകാരന്മാർ ഇന്ത്യയുടെ സെക്കുലറിസത്തെ നിർവചിച്ചത് സഹിഷ്ണുത എന്നാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന മാനസികാവസ്ഥ ഉള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം. എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ നിയമങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവയുടെ സംരക്ഷണം കൃത്യമായി നടപ്പിലാക്കപ്പെടുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തിന് ഉണ്ട് എന്നതാണ്. വഖഫിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തിലെ പ്രതിനിധികളെ ഏൽപ്പിക്കുക എന്നത് അത് വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി ആ വിശ്വാസ സംരക്ഷണത്തിൻ്റെ പോരാട്ട മാർഗത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സർക്കാർ സംവിധാനങ്ങളും വഖഫ് ബോർഡുകളും അത് നിയന്ത്രിക്കാനും അത് തൽക്കാലമായി അതൊന്ന് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മെക്കാനിസം എന്നതിനപ്പുറത്ത് വഖഫ് സ്വത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ് എന്ന ഓർമ്മയാണ് യഥാർത്ഥത്തിൽ, ആ ബോധമാണ് ഇതിൻ്റെ വിശ്വാസ സംരക്ഷണ മാർഗത്തിൽ നമ്മെ നയിക്കേണ്ടുന്നതും നമ്മെ പ്രചോദിപ്പിക്കേണ്ടുന്നതും. വഖഫ് സംവിധാനത്തിലൂടെ ഈ രാജ്യം നേടിയെടുത്തൊരു വികാസമുണ്ട്. ഇന്ത്യയുടെ മാപ്പെടുത്തിട്ട് നമുക്ക് അഭിമാനിക്കാനൊരു വകുപ്പുള്ളത്, ഇന്ത്യയുടെ മാപ്പെടുത്തിട്ട് അതിൽ
വഖഫ് ഭൂമി അല്ലാത്ത സ്ഥലം എവിടെയുണ്ട് എന്ന് നോക്കിയാൽ അങ്ങനെ അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധം അഭിമാനപൂരിതമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഈ ഇന്ത്യ രാജ്യം. ഒരുപക്ഷെ അത് നിർമ്മിക്കപ്പെട്ടത് തന്നെ അതിൻ്റെ വഖഫ് സംവിധാനങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 17,000 അല്ലെങ്കിൽ 16,000 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം, രാഷ്ട്രപതി ഭവനടക്കം, അദാനിയുടെ രമ്യഹർമ്മങ്ങളടക്കം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൻ്റെ കയ്യേറ്റം നടന്നിട്ടുള്ള വഖഫ് ഭൂമികളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇനിയും പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന നാമമാറ്റങ്ങൾ പോലും ഇനിയും പല മുസ്ലിം പരിസരങ്ങളിലും, മുസ്ലിം സംസ്കൃതികൾ നിലകൊള്ളുന്ന സ്ഥലത്ത്, വഖഫ് ഭൂമികൾ നിലകൊള്ളുന്ന സ്ഥലത്ത് നാമമാറ്റങ്ങൾ ഉൾപ്പെടെ നടക്കാനിരിക്കുന്നു ഈ വഖഫ് ഭേദഗതി ബില്ല് നടപ്പിലാകുന്നതിലൂടെ. കേരളത്തെക്കാൾ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ, ഇങ്ങനെ തുടങ്ങി നിരവധി, വെസ്റ്റ് ബംഗാളിൽ 2000 ഏക്കർ ഭൂമിയാണ്, വഖഫാണ് അത് കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ബില്ല് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വത്തിൽ എത്രയധികം ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ പുനരധിവാസ പദ്ധതികൾ, ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു ജനതയെ പുനരധിവസിപ്പിക്കാൻ കേരളത്തിലെ വഖഫ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ന്യായമായും മനസ്സിലാക്കേണ്ടുന്ന ചില കുബുദ്ധികൾ വഖഫ് സംവിധാനത്തെ അത് തീവ്രവാദത്തിൻ്റെ അടയാളക്കുറിയായിട്ട് ബോധപൂർവം പ്രസ്താവനകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ചാനൽ ചർച്ചകളിലൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നന്മകൾ നിലച്ചു പോവരുതെന്ന ശാഠ്യത്തിൽ നിന്നാണ് വഖഫ് സംവിധാനങ്ങൾ, ദാനധർമ്മങ്ങൾ ഉറവെടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. ഈ വിശ്വാസ സംരക്ഷണ മാർഗത്തിൽ പരലോകത്തിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഭേദഗതി ബില്ലിനെതിരെ അതിശക്തമായി പോരാടാൻ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇച്ഛാശക്തി നൽകുമാറാവട്ടെ. നേതാക്കൾക്ക് അള്ളാഹു തആല നല്ല പക്വതയും പാകതയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.